Welcome back to yet another wonderful episode of Pennadikku. This is me Lakshmi here with part 2 of our series. നമ്മുടെ പെണ്ണടകിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് ഒരു മേക്കപ്പ് റുട്ടീനാണ്. പലപ്പോഴും ഞാൻ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, പക്ഷേ ഇന്ന് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് തൊട്ട് ഒരു ഗസ്റ്റ് ഉണ്ട്, ആതിരയാണ്. സോ ആതിരയുടെ മുഖത്താണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ സീരീസ് ഞാൻ വളരെ ഇൻഡെപ്ത് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ട് ബൈ പാർട്ടാണ്. ജസ്റ്റ് ഒരു വളരെ ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കൊടുത്തത് സ്കിൻ പ്രെപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് സ്കിൻ പ്രെപ്പിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ബേസ് മേക്കപ്പിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ഫൗണ്ടേഷൻസോ അങ്ങനെ എന്ത് സാധനം മേടിക്കാൻ പോകുമ്പോഴും എല്ലാവരും ഇപ്പോൾ ഒരു കടയിൽ പോയാലും എപ്പോഴും വെളുക്കുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻസ് ആണ് മേടിക്കുക. അല്ല, നിങ്ങൾ ഫൗണ്ടേഷൻ മേടിക്കുന്നത് നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ മേടിക്കണം. സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പൊട്ടിയടിക്കാനല്ല നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ സ്കിൻ ടോൺ എന്താണോ അതിനെ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈവൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് മേക്കപ്പ് ആർട്ടിസ്ട്രി. അതുകൊണ്ടാണ് ബ്രാൻഡ്സ് ഈ 40, 50, 60 ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് ഇത്രയും ഫൗണ്ടേഷൻസ് ഇറക്കുന്നതിൻ്റെ കാര്യം. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ക്ലയൻറ്റിൻ്റെ സ്കിൻ ടോൺ അറിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ആതിരയുടെ സ്കിൻ കണ്ടാൽ ഷീ ഹാസ് നോർമൽ ടു ഡ്രൈ സ്കിൻ. ഞാനപ്പോൾ നന്നായിട്ടൊന്ന് പ്രെപ്പ് ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതുപോലെ പറഞ്ഞ പോലെ സ്കിൻ നന്നായി പ്രെപ്പ് ചെയ്യുന്ന ശേഷം ഞാൻ ബേസ് ചെയ്യാൻ പോവുകയാണ്. ബേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ. ബ്രൈഡൽ റുട്ടീൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഷൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഹെവി ആയിട്ട് ചെയ്യണം. പക്ഷേ നിങ്ങളിപ്പോൾ ഞാൻ ആതിരയ്ക്ക് ചെയ്ത് കാണിക്കുമ്പോൾ വളരെ നാച്ചുറൽ രീതിയിലുള്ള മേക്കപ്പ് റുട്ടീനാണ്. നമ്മൾ ഇനി ബേസ് ഇടാൻ പോവാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആതിരയുടെ സ്കിൻ ടോൺ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകണം. ആതിര ഹാസ് വാം അണ്ടർടോൺ സ്കിൻ. വാം അണ്ടർടോൺ സ്കിൻ എന്ന് പറയുമ്പോൾ ആ സ്കിന്നിൽ യെല്ലോ ബ്രൗൺ എലിമെൻറ്റ്സ് കൂടുതലാണ്. അങ്ങനത്തെ ആൾക്കാർക്കാണ് വാം അണ്ടർടോൺ സ്കിൻ എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ, ആതിരയ്ക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി, ആതിരയ്ക്ക് നല്ല സ്കിന്നാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ഗ്ലോയിങ് എലമെൻറ്റ് തന്നെ വെച്ചിട്ട് ബേസ് ചെയ്യാൻ പോകുന്നത്. കാരണം നല്ലൊരു ഗ്ലോയിങ് സ്കിന്നാണ് നമ്മൾ ആ സ്കിന്നിൻ്റെ ഭംഗി എടുത്ത് കാണിക്കണം, അല്ലേ? അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു സാറ്റിൻ ടു ഡ്യൂയി ഫിനിഷ് മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആർക്ക്? ആതിരയ്ക്ക്. ദിസ് ഇസ് മൈ പാലറ്റ് ആൻഡ് ദിസ് ഇസ് എ സ്പാച്ചുല. ഇതിനാണ് സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഇന്ത്യയിൽ ഒരുപാട് നല്ല സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് മേടിക്കാൻ കിട്ടും. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്കിൻ ടോണ് പറ്റുന്ന രീതിയിൽ സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് എടുത്തിട്ട് ഞാൻ ആദ്യം എൻ്റെ പാലറ്റിലേക്ക് സ്പാച്ചുല വെച്ചിട്ട് ഞാനൊന്ന് അത് സ്ക്രേപ്പ് ചെയ്ത് ഇടാൻ പോവാണ്. എന്നിട്ട് കുറച്ച് ലിറ്റിൽ ബിറ്റ് ഐ എം യൂസിങ് അനദർ കളർ ജസ്റ്റ് ഒന്ന് പാലറ്റിൽ എടുത്തു. സോ ഞാൻ സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് ഞാൻ നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് എൻ്റെ പാലറ്റിൽ വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിന്നർ, അബ്സല്യൂട്ട് ഫ്ലൂയിഡിറ്റി കൂട്ടുന്ന തിന്നറാണ് ഫോർ ഫൗണ്ടേഷൻസ്. അതെടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് ഗോയിങ് ടു മിക്സ് ഇറ്റ് അപ്പ്. നന്നായിട്ട് ഇതിൻ്റെ ഫ്ലൂയിഡിറ്റി കൂട്ടുകയാണ്. ഞാൻ കുറച്ച് ഗ്ലോ എലിമെൻറ്റ്സ് കൂട്ടാൻ പോവാണ് സ്കിന്നിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഇത്തിരി ഇല്യൂമിനേറ്റിംഗ് പ്രൈമർ ഇടാൻ പോവാണ്. ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഇല്യൂമിനേറ്റിംഗ് പ്രൈമർ. ഐ എം ഓൾസോ ഗോയിങ് ടു ആഡ് സം സ്ക്വാലീൻ. കുറച്ച് സ്ക്വാലീനും കൂടെ അതിലേക്ക് ഇടാൻ പോവാണ്. സോ ഇതാണ് ഞാൻ ബേസ് പ്രിപ്പയർ ചെയ്ത കൺകോക്ഷൻ. ഇത് വെച്ചിട്ടാണ് ഞാൻ ആതിരയുടെ മുഖത്ത് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഐ എം ഓൾസോ ഗോയിങ് ടു യൂസ് എ ബ്യൂട്ടി ബ്ലെൻഡർ. ഇതാണ് ബ്യൂട്ടി ബ്ലെൻഡർ സ്പഞ്ച്. ഇത് വെറ്റാണ്. ഇത് വെറ്റ് ചെയ്തിട്ട് ഞാൻ നന്നായി സ്ക്വീസ് ചെയ്തു. അപ്പോൾ ഇത് കുറച്ചും കൂടെ ബൗൺസി ആയി. എന്നിട്ട് വേണം ഞാൻ എടുത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ജസ്റ്റ് ഒന്ന് ആതിരയുടെ മുഖത്ത് ജസ്റ്റ് ഒന്ന് സ്പാച്ചുലയിലുള്ളത് എടുത്തൊന്ന് ഡോട്ട് ചെയ്തു. ദെൻ ടേക്ക് യുവർ ബ്യൂട്ടി ബ്ലെൻഡർ ആൻഡ് സ്റ്റാർട്ട് ബ്ലെൻഡിങ് ഇറ്റ്. ഇപ്പം നിങ്ങൾ ബേസ് കണ്ടാൽ അറിയാം, അതിൻ്റെ സ്കിൻ ഇങ്ങനെ മെഴുകുപോലെ ഗ്ലോ ചെയ്യും. ബിക്കോസ് നന്നായിട്ട് നമ്മൾ നറിഷ് ചെയ്ത് പ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്യൂമിനേറ്റിംഗ് പ്രൈമറൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് സ്റ്റിപ്പിൾ ചെയ്ത് കൊടുത്ത് ബേസ് നല്ല ഇട്ടിടുന്നത്. ഇതുപോലെ തന്നെ നെക്കിൽ കൂടെ നന്നായിട്ട് ഫൗണ്ടേഷൻ ഇടണം. ഇപ്പോൾ നിങ്ങൾ ആതിരയുടെ സ്കിൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത് ശരിക്കും പറഞ്ഞ ഒരു വാക്സ് സ്കിൻ പോലെ ഇരിക്കും. സോ ഇനി ഞാൻ ചെയ്യുന്നത് കൺസീലർ. കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക് സർക്കിൾസ് കളയുന്ന കൺസീലറാണ്. വി ഹാവ് ടു യൂസ് എ ക്രീം ഓർ എ ലിക്വിഡ് കൺസീലർ. ഭയങ്കര പോട്ടിലുള്ള കൺസീലറുകൾ യൂസ് ചെയ്യരുത്. കണ്ണിൻ്റെ ഇടയിൽ ക്രീസ് ചെയ്യും, ചിലപ്പോൾ അവിടെ ഭയങ്കര ഓയിലി ആവും. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൺസീലർ എടുക്കുക. ആൻഡ് കൺസീലർ എടുത്തിട്ട് ഐ എം ഗോയിങ് ടു യൂസ് ലിറ്റിൽ ബിറ്റ് ഓഫ് വാം കൺസീലർ. കുറച്ചൊരു വാം കൺസീലറും കൂടെ ആദ്യം എടുത്തിട്ട് ആദ്യം കുറച്ചൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ബ്രൈറ്റനിങ് കൺസീലർ എടുക്കുകയാണ്. ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്രൈറ്റനിങ് കൺസീലർ ജസ്റ്റ് എടുത്തിട്ട് ഇതൊന്ന്
രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ വരയ്ക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ട്രയാങ്കിൾ പോലെ ഇട്ടു. ഇനി ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ സ്പഞ്ച് എടുത്തിട്ട് ഒരു പോയിന്റഡ് ഏരിയ എടുത്തിട്ട് ഐ എം ഗോയിങ് ടു ജസ്റ്റ് ബ്ലെൻഡ് ഇറ്റ്. ജസ്റ്റ് സ്കിന്നിൽ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടണം. ഇവിടെ നോക്കി മക്കളെ, കണ്ടോ? സോ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനാണ് നമ്മുടെ ഈ ഏരിയ ഒന്ന് ബ്രൈറ്റൻ ചെയ്യും. ഈ ബ്രൈറ്റനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാർക്ക് സർക്കിൾസ് മാറുകയാണ്. പക്ഷേ കൺസീലർ എപ്പോഴും കണ്ണിൻ്റെ അടി ഇടുമ്പോൾ കണ്ണ് ചെറുതാവും. അത് നോർമലാണ്. പക്ഷേ നമ്മൾ കണ്ണ് വരയ്ക്കുന്നവരെ അത് ചെറുതായിട്ടിരിക്കും. ബട്ട് ദാറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി നോർമൽ. എന്നിട്ട് നിങ്ങൾ ഈ സൈഡും കൂടെ ഇതുപോലെ തന്നെ ട്രയാങ്കിൾ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് ഒന്ന് കളയണം. അതിലേക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾ ഡാർക്ക് സർക്കിൾസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് കൺസീലർ ഇടേണ്ടി വരും. ഓക്കെ, ഈ സെൻട്രൽ പോർഷൻ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കണം. സോ സെയിം കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് ഹിയർ ഐ വിൽ അപ്ലൈ ലിറ്റിൽ ബിറ്റ് ഹിയർ, ലിറ്റിൽ ബിറ്റ് ഹിയർ, ജസ്റ്റ് ഒന്ന് സെൻട്രൽ പോർഷനിൽ. ആൻഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബ്ലെൻഡ് യൂസിങ് മൈ സ്പഞ്ച്. സോ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, കൺസീലർ ഇട്ടു, അതൊന്ന് സെറ്റ് ചെയ്യാൻ പൗഡർ യൂസ് ചെയ്യാണ്. ഞാനൊരു പോയിന്റഡ്, ഇതിനാണ് പറഞ്ഞത് പോയിന്റഡ് കബൂക്കി. ഞാൻ പോയിന്റഡ് കബൂക്കി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ എന്ന് പറയും. നമ്മൾ ഒരു പ്രസ്ഡ് ആയിട്ടുള്ള ബനാന പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച്, ഒരുപാട് വേണ്ട, ടാപ്പ് ഓഫ് ദി എക്സസ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ ഓവറായിട്ട് യൂസ് ചെയ്യരുത്. മുഖത്ത് മുഴുവൻ പൗഡർ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആൻഡ് കേക്കി ലുക്ക് വരും. സോ ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. സോ സ്റ്റേ ട്യൂൺ, ഡോണ്ട് ഫോർഗെറ്റ്. അതിൻ്റെ മേക്കപ്പ് നമുക്ക് ഇനിയും കാണാനുണ്ട്. സോ നമ്മുടെ ബേസ് റൂട്ടീൻ കഴിഞ്ഞ് ബാക്കി ഐ മേക്കപ്പും ബാക്കി ലിപ്സും ഒക്കെ നമുക്ക് വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ യെറ്റ് അനദർ എപ്പിസോഡ് പെണ്ണഴകൻ.